ലക്ഷ്യമാണോ നാം നേടാൻ അധ്വാനിക്കുന്നത് പതിവാണ്. ഈ ലക്ഷ്യം മറിച്ചായപ്പോ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കണ്ടത്, സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ കണ്ടത്, നാളെ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു രാത്രി നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കുടിച്ചു. അബൂ യസീദ് അൽ ബസ്താമി നല്ല തണുത്ത വെള്ളം കുടിച്ചു ഉറങ്ങിപ്പോയി. അന്ന് തഹജ്ജുദ് കിട്ടിയില്ല. ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്, സുബഹി ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്. പടച്ചവനെ, എന്റെ തഹജ്ജുദ് നഷ്ടപ്പെട്ടല്ലോ, ഒരൊറ്റ ദിവസത്തെ തഹജ്ജുദ് പോയല്ലോ. എന്താ തഹജ്ജുദ്? രാത്രി വന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജ്ജുദ്? 12 മണിക്ക് ശേഷമാകലാ ഏറ്റവും നല്ലത്. ഉറങ്ങി 10 മണിക്ക് ഉണർന്നു, 9 മണിക്ക് കിടന്നങ്ങ് ഉറങ്ങി, 10 മണിക്ക് ഉണർന്നു, തഹജ്ജുദ് നിസ്കരിക്കാം, വിരോധമില്ല. പക്ഷേ രാത്രിയുടെ 4 ഭാഗത്തിൽ അങ്ങോട്ട് വെക്കലാ നല്ലത്. 12 മണിക്ക് ശേഷമാകലാ കൂടുതൽ നല്ലത്. അതിനേക്കാൾ നല്ലത് അതിന്റെ അവസാന യാമത്തിലേക്ക് വെക്കലാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒറ്റവാക്കിന് ഞാൻ വിശദീകരിക്കാതെ പറയുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അള്ളാഹു നമുക്ക് നിലനിർത്തി പോരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബഹിക്ക് അല്പം മുമ്പ് ഉണരുക, അരമണിക്കൂർ മുമ്പ് ഉണരുക. എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്. സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു അലാറമോ ഒരു ടൈമീസോ അല്ലെങ്കിൽ ഒരു മൊബൈലിന് അലാറമോ വെച്ചിട്ട് ഒന്ന് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു ഉപകരണം വാങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലേ? സുബഹിക്കും തഹജ്ജുദിനും വിളിച്ചുണർത്താൻ പറ്റിയ അല്ലാഹു ആ സമയത്ത് നമ്മെ ഉണർത്തിയിട്ട് ആ ഇബാദത്തൊക്കെ നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. സുബഹിക്ക് അല്പം മുമ്പ് ഉണർന്ന് 2 റക്അത്ത് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് സുബഹി ജമാഅത്തും ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കലാ ഏറ്റവും അതിന്റെ പരിപൂർണ പുണ്യത്തിന്റെ രൂപം. അങ്ങനെ തഹജ്ജുദ് ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ, ഉറങ്ങിയില്ലെങ്കിൽ തഹജ്ജുദ് ഇല്ല. സുബഹി വരെ തഹജ്ജുദിന്റെ ടൈമുള്ളൂ. സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കേണ്ട, ടൈം കഴിഞ്ഞുപോയി. അബൂ യസീദ് അൽ ബസ്താമി ഉണർന്നപ്പോ സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, തഹജ്ജുദ് പോയി. എന്തേ പോയത്? നല്ല തണുത്ത വെള്ളം കുടിച്ചു, സുഖകരമായ വെള്ളം തന്റെ വയറ്റിലേക്ക് അങ്ങ് കൊടുത്തു, താൻ ഉറങ്ങിപ്പോയി. എന്താണ് തഹജ്ജുദ് നിസ്കരിച്ചാൽ? നാളെ പരലോകത്ത് അല്ലാഹു തആല എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിർത്തും, കുറെ കാലം നിർത്തും. എത്ര കാലമാണ് മഹ്ശറയിൽ നിൽക്കുന്നത്? മഹ്ശറയിലെ ഭൂമി എന്താണ്? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഈ ഭൂമിയല്ല, ഇന്ന് ഈ കാണുന്ന ഭൂമിയല്ല മഹ്ശറിൽ. ആകാശവും ഭൂമിയുമൊക്കെ അല്ലാഹു തആല കോലം മറിച്ചു. എന്താണ് മഹ്ശറയിലെ ഭൂമി എന്ന് ഖണ്ഡിതമായ ഖുർആനിൽ നിന്നും ഹദീസിലും പറഞ്ഞു കാണുന്നില്ല. മഹ്ശറയിലെ ഭൂമി ഇന്ന രൂപത്തിലാണെന്ന് വ്യക്തമായും ഖണ്ഡിതമായും പറഞ്ഞു കാണുന്നില്ല. എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ ചില തെളിവുകളും സൂചനകളും വെച്ച് പറഞ്ഞിട്ടുണ്ട്. ലോഹത്തകിടാണെന്ന് പറഞ്ഞവരുണ്ട്, ചെമ്പിന്റെ തകിട് പഴുപ്പിച്ചതാണത്രേ മഹ്ശറയിലെ ഭൂമി എന്ന് പറഞ്ഞവരുണ്ട്. പല അഭിപ്രായക്കാരുമുണ്ട്. എന്നാൽ ആ ലോഹത്തകിടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ഒരു ചാൺ എന്നല്ല, ഹത്തൽ മീൽ, സൂര്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും. ഹത്തൽ മീൽ, ഒരു സുറുമക്കോലിന്റെ അത്ര. സുറുമയിടാൻ വേണ്ടി ഇടുന്ന ചെറിയ അലൂമിനിയം പോലത്തെ കമ്പിയില്ലേ, ആ കമ്പി നെറുകിൽ വെച്ചാൽ, തലയിൽ വെച്ചാൽ സൂര്യന്മേൽ തട്ടത്തക്ക വിധത്തിൽ ഹത്തൽ മീൽ അതിങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യന്റെ തീഷ്ണമായ ചൂടുകൊണ്ട് പഴുത്ത ആ ചെമ്പിന്റെ പലകക്ക് മുകളിൽ നിൽക്കണം. വിയർപ്പിൽ കിടന്ന് കടിഞ്ഞാണിടപ്പെട്ടതാണ്. കാലുമുട്ടുവരെ ഞെരിയാണിവരെ വിയർപ്പ് തളച്ചുമറിയുന്നു.
കാൽമുട്ട് വരെ വിയർപ്പ്, നടുവരെ വിയർപ്പ്, പൊക്കിള് വരെ വിയർപ്പ്, മാറുവരെ വിയർപ്പ്, കഴുത്ത് വരെ പലർക്കും പല വിധത്തിലാണ്. ഈ നിലക്ക് വിയർപ്പിൽ കിടന്ന് കടിഞ്ഞാണിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമാണ് ആ നൃത്തം? അല്ലാഹു അഅലം, പടച്ചവനെ അറിയുള്ളൂ. 50,000 കൊല്ലം. ഈ കൊല്ലത്തിന്റെ കണക്ക് ദുനിയാവിലാ. രാവും പകലും. സൂര്യൻ അസ്തമിച്ചാലല്ലേ രാത്രി ഉണ്ടാകുക? സൂര്യൻ ഉദിച്ചാലല്ലേ പകലുണ്ടാകുക? മഹ്ശറിലുണ്ടോ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു? അതുകൊണ്ട് അവിടെ രാവും പകലും പറയാൻ പറ്റൂല. രാവും പകലും പറഞ്ഞാലല്ലേ കൊല്ലം കണക്കാക്കുക? അതും പറയാൻ പറ്റൂല. പിന്നെ ഇപ്പൊ എന്താ ഈ 50,000 കൊല്ലം? അത് നമ്മക്ക് ദുന്യാവിൽ 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ നമ്മൾക്ക് മനസ്സിൽ. മഹ്ശറിയിൽ 50,000 കൊല്ലം നിൽക്കുക എന്നാണ് പറഞ്ഞാല് അത് 50,000 എന്ന് പറഞ്ഞാൽ മഹ്ശറിയിൽ 50,000, ദുന്യാവിൽ 50,000, മഹ്ശറിയിൽ ഒരു ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇപ്പൊ ആ നൃത്തത്തിന്റെ അവസ്ഥ? ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ച് അല്ലാഹു ദുന്യാവിക്ക് വിട്ടിട്ട് ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങൾ ഈ ഇരിക്കുന്ന മജ്‌ലിസ് വരെ 10,000 കൊല്ലമായിട്ടും കേട്ടോ. ഇപ്പോഴേക്ക് 10,000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ആദം നബി ഭൂമിയിൽ വന്നിട്ട് ഇന്നത്തേക്ക് 10,000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. അത്രയും കാലം ഒരു മനുഷ്യന് ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാൾ അവസ്ഥ ഉണ്ടാവും. ഇത്രയും കാലം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ നിന്നാൽ അയാൾ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മഹ്ശറിൽ 50,000 കൊല്ലം കണക്കൂട്ടി നോക്ക്. ഈ 50,000 കൊല്ലം എന്ന് പറയുമ്പോൾ 50,000 അല്ലേ ഉള്ളൂ എന്ന് കണക്കാക്കണ്ട. ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഏത് കാലം വരെയാണ് ആ നിൽക്കുന്ന നൃത്തത്തിന്റെ ഹദ് എത്രയാണ് ഒക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്ക് ഏകദേശം ചില ധാരണകൾ കിട്ടാൻ വേണ്ടി ചില കണക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ 50,000 കൊല്ലം കുറേ നിന്ന് വിഷമിച്ചിട്ട് നരകത്തേക്ക് പോയാലും വേണ്ടിയില്ല റബ്ബേ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥ ജനങ്ങളിൽ വരും. അവര് പ്രവാചകന്മാർ, നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ്, എപ്പോഴും ഞാനതൊന്നും വിശദീകരിക്കല്ല. പ്രവാചകന്മാരൊക്കെ കൈമലർത്തി, അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു ശഫാഅത്ത് നടക്കാൻ പോവാൻ. എന്താണ് ആദ്യത്തെ ശഫാഅത്ത്? എല്ലാവരെയും വിചാരണക്കെടുക്കുക. അതില് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രവർത്തനം അബൂജാഹിലിന് വരെ ഗുണം ചെയ്യും. കാരണം വിചാരണക്കെടുത്തൊരു തീരുമാനമാവുമല്ലോ. അപ്പോ നരകത്ത് കാണെങ്കിൽ നരകത്തേക്ക്, സ്വർഗത്ത് കാണെങ്കിൽ സ്വർഗത്തേക്ക്. ഇത് ഒന്നുമില്ലാത്തൊരു നൃത്തല്ലേ? ഈ വിചാരണക്കെടുക്കുന്നതിന് മുൻപ് അള്ളാഹു ആദ്യം ചെയ്യുന്ന പണി എന്താ? മഹ്ശറയിലെ ആദ്യത്തെ അനൗൺസ് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുനോട്ടവുമില്ലാതെ നിൽക്കുന്ന നൃത്തത്തിന് അറുതി വരുത്തി ഇതൊരു തീരുമാനമെടുക്കാൻ പോവാണ്. ആ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ അനൗൺസ് മഹ്ശറിൽ എന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ. തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? ഇങ്ങോട്ട് വരൂ. ഇതാണ് മഹ്ശറയിൽ ആദ്യം കേൾക്കുന്ന അനൗൺസ്. വഹും ഖലീൽ, കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. റസൂൽ പറയാ മഹ്ശറയുടെ പല ഭാഗത്തുനിന്ന് അവിടുന്ന് കുറച്ച് ആൾക്കാർ, ഇവിടുന്ന് കുറച്ച് ആൾക്കാർ, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് വന്നു നോക്കുമ്പോ കുറച്ചാളേ ഉള്ളൂ. ഇത് വളരെ അപേക്ഷിച്ച് വളരെ പരിമിതമായ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇത് മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ആൾക്കാർ. ആ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരോട് എന്ത് പറയും? പൊയ്ക്കോ, സ്വർഗത്തിലേക്ക് പൊയ്ക്കോ. എന്നിട്ടാണ് മഹ്ശറയിലെ മറ്റു തുടർ നടപടികൾ നടക്കുക. ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികളാണിവർ. തഹജ്ജുദ് നിസ്കരിച്ച ഹിസാബ് കൂടാതെ സ്വർഗത്ത് പോവാം. എന്താണ് അതിന്റെ ഒരു പുണ്യം? ഈ പുണ്യം മനസ്സിലാക്കിയ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു, പടച്ചവനെ എന്റെ തഹജ്ജുദ് മുടങ്ങിയല്ലോ, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടല്ലേ എന്റെ തഹജ്ജുദ് മുടങ്ങിയത്? ഹിസാബ് കൂടാതെ സ്വർഗത്തേക്ക് കടന്നു പോകാൻ പറ്റിയ ഒരു അമലല്ലേ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? മേലിൽ ഈ ദുനിയാവിൽ താൻ ജീവിച്ച ശിഷ്ടകാലമത്രയും, എത്ര കാലം, കൊല്ലങ്ങളോളം ജീവിച്ചത് മുഴുവനും ഒരു മുറുക്ക് വെള്ളം ശരീരത്തിന് കൊടുത്തില്ല. അബൂ യസീദ് അൽ ബസ്താമി ഒരു മുറുക്ക് വെള്ളം കൊടുത്തില്ല, ഒരു ഔൺസ് വെള്ളം കൊടുത്തില്ല. അങ്ങനെ ശരീരത്തിന് പട്ടിണി കിട്ടും. ശരീരം കുടുങ്ങി വിഷമിച്ച് മരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് സഹിച്ചോ, നീയാണ് ഈ കഷ്ടപ്പാട് വരുത്തിവെച്ചത്. ശരീരത്തോട് പറയും, ശരീരമേ ഈ കഷ്ടപ്പാട് വരുത്തിവെച്ചത് നീയാണ്, നീ സഹിച്ചോ, നീ തന്നെയാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്. നിനക്ക് ഞാൻ വെള്ളം തന്നു, നീ അത് കുടിച്ചു, സുഖമായി ഉറങ്ങി, എന്റെ തഹജ്ജുദ് മുടക്കി. അതുകൊണ്ട്
ഇനി മേലിൽ നിനക്ക് വെള്ളം തരുന്ന പ്രശ്നമില്ല, സഹിച്ചോളൂ. അങ്ങനെ താൻ മരിക്കുമെന്ന് തോന്നിയാൽ, നഫ്സിനെ അങ്ങനെ അപകടപ്പെടുത്താവൂ. മരിക്കുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ താൻ എന്ത് ചെയ്യും? ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് മണ്ണിലേക്ക് ഇറങ്ങും. മണ്ണിലേക്ക് ഇറങ്ങിയത് മണ്ണിലൊഴിച്ചിട്ട് ആ മണ്ണ് ഉരുട്ടി കയ്യിൽ വെക്കും. കുറച്ച് ലൂസായിട്ട്, കൂടുതൽ വെള്ളം വരും. എന്നിട്ടത് ലൂസാക്കി ഉരുട്ടി കയ്യിൽ വെക്കും. ഇതിന്റെ നനവുണ്ടാവുമല്ലോ, അത് നാവിലേക്ക് ഇങ്ങനെ തട്ടിച്ചു വെച്ചിട്ട് വലിച്ചിടും. അത് മതി, അത് മതി, നിനക്കത് മതി. ഈ ദുരന്തം വിളിച്ചു വരുത്തിയത് നീയാണ്, നിനക്ക് ഞാൻ ഇനി അത്രേ വെള്ളം തരുള്ളൂ എന്ന് പറഞ്ഞ് അബൂ യസീദുൽ ബസ്താമി മരണം വരെ പിന്നെ വെള്ളം കുടിച്ചില്ല. ഇങ്ങനെ ശരീരത്തെ പട്ടിണിക്കിടാൻ എന്തേ പ്രേരണ വന്നത്? എന്റെ ആഖിറം മുടങ്ങുമോ എന്ന് പേടിച്ചു, എന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു. തന്റെ തറവാടിന് കേടുപറ്റുന്നൊരു വിഷയം വന്നാൽ മാറ്റി നിർത്തും.